വ്ളോഗിന്റെ തുടക്കക്കാരനല്ലേ, റീച്ചിന്റെ കാര്യത്തിലും അങ്ങേ കഷ്ടമാണ്. എങ്കിലും നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ തുടങ്ങാം. ഇത് വീട്ടിലേക്ക് സാധനം കൊണ്ടുവരാൻ വേണ്ടി ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. പോകുന്നത് പലർക്കും മേടിക്കാനെങ്കിലും ജമാഅത്ത് മൊത്തം ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഹോൾസെയിലും റീറ്റെയിലും കൊടുക്കുന്ന പല വർഷമായിട്ട് നിൽക്കുന്ന പലചരക്ക്. ഇത് അഷബായുടെ കയ്യിൽ ഞാൻ ലിസ്റ്റ് അങ്ങ് കൊടുത്തു, സാധനങ്ങൾ പാക്ക് ചെയ്ത് വെക്കാനും പറഞ്ഞു. പുള്ളിക്കാരൻ സാധനങ്ങളുടെ ബില്ല് കൂട്ടുന്ന കൂട്ടത്തിൽ ലിസ്റ്റിലില്ലാത്ത ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ഞാൻ ആഡ് ചെയ്തു. നേരെ ചെന്നത് വെജിറ്റബിൾ ഷോപ്പിലേക്കാണ്. നല്ല ഉള്ളി ഏത് ഭാഗത്തുള്ളൂ? ഇതാണ് ഞങ്ങളുടെ ഉദയണ്ണന്റെ പച്ചക്കറി കട. ഇവിടെ നിന്ന് സാധനം ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയ സാധനങ്ങൾ നോക്കിയും കണ്ടും സെൽഫായിട്ടാണ് ഞാൻ സർവീസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ആ ഒരു പതിവ് തെറ്റിച്ചില്ല. ഉദയണ്ണ ഒരു ബില്ലാക്കണോ? അങ്ങനെ ഉദയണ്ണന്റെ മാസ്റ്റർ പീസ് വെപ്പണായ കാൽക്കുലേറ്റർ എടുത്ത് കറക്കി കുത്തി ആ ബില്ലങ്ങ് കൈ തന്നു. കൊണ്ടേര് ആ എല്ലായാ വേണങ്ങോ കാലില് കുത്താക്കിട്ട് വാർക്ക്. അത് പപ്പാക്ക് മാത്രമല്ല ഇവിടെയുള്ള വാക്ക്. താക്കോലോ താക്കോലോ ഇതായാണ്ട് മോനെ വൈപ്പർ വെടുക്കായി അവിടെ നിന്നും നേരെ പോയത് തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പിലാണ്. പോയതിനേക്കാൾ സ്പീഡിലാണ് തിരിച്ചു വന്നേ. ശരിയാവില്ല, ആളില്ല. 3 മണിയാവും. ഡിസ്പ്ലേ അടിച്ചു പോയി ഗൈസ്. അവിടെ നിന്നും നേരെ പോയത് പലചരക്കടയിലേക്കാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം ക്യാഷും കൊടുത്ത് വണ്ടിയിലേക്ക് സാധനവും കയറ്റി ഞാൻ നേരെ തിരിച്ചത് ATMിലോട്ട്. പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു കൂട്ടുകാരനെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചു കേട്ടോ. അങ്ങനെ ATMിനകത്ത് കയറി ക്യാഷും എടുത്ത് നമ്മുടെ ഇസാനെയും കൊണ്ടുവരുമ്പോഴേ അവനൊന്ന് ചെറുതായിട്ട് വീണ്. വലിയ പ്രശ്നമൊന്നുമില്ല, മുട്ടിന് ചെറുതായിട്ട് കൊണ്ടായിരുന്നു. പിന്നെ അവനെയും സമാധാനിപ്പിച്ച് നേരെ ചെന്നത് വീട്ടിലോട്ടാണ്. നമ്മുടെ മെയിൻ റോഡിന് ചെറിയ വിള്ളലുള്ളത് കൊണ്ട് തന്നെ പിൻഭാഗത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോവാറും വരാറും. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ പുറത്തിറക്കി ഞാൻ പറഞ്ഞ അപ്പൊ ആ സാധനം എന്തിന് താഴച്ചിന്? ഒറ്റ റൗണ്ട് കൊണ്ട് എനിക്ക് മതിയായി ഗൈസ്. ഇനിയിപ്പോ ഒരു പടയം കൊണ്ട് പോയാലേ കാര്യം നടക്കൂ. അതിന്റെ ഉള്ളിലുണ്ട് ഡിക്കിയിലല്ലണ ഉള്ളില്. ഡോറ് തുറക്കാൻ അറിയാത്തൊരു ചമ്പത്ത് എടുത്തിട്ട് താഴെ വെക്ക്. നീ അവിടുന്ന് മാറി, ഞാൻ വെച്ചോളാം. ടൊമാറ്റോ സോല് മപ്പ് നോക്കിട്ട് പിടിക്കാം. ഇല്ലാത്തത് കാണണ്ട.
ഒരു സാധനം എടുത്തോ. പോയറ് അപ്പൊ ഈ ബത്തൊക്കെ എടുക്കുന്നാര് എന്താ ശാന? കയ്യോ നീ എന്താ പിടിക്കുന്ന ഈ സാധനം? ഓ അവൻ്റെ ചോക്ലേറ്റ് മുട്ടായി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.